റബ്ബറിന്റെ അടിസ്ഥാന വില 280 രൂപയായി ഉയർത്തിക്കൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത കർഷകർ പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കിയ സർക്കാരിന് കർഷകർ നന്ദി അറിയിച്ചു. അതോടൊപ്പം റബ്ബർ ടാപ്പിംഗ് മേഖലയിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്നും സ്പ്രേയിംഗ് റെയിൻ ഗാർഡിംഗ് സബ്സിഡികൾ ഉയർത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. UDFന്റെ പ്രകടന പത്രികയിൽ കാർഷിക മേഖലയ്ക്കായുള്ള വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയായി ഉയർത്തും എന്നുള്ളത്. സർക്കാരിന്റെ കന്നി ബജറ്റിൽ തന്നെ വാഗ്ദാനം നടപ്പാക്കിയതിനെ റബ്ബർ കാർഷിക മേഖല ഒന്നടങ്കം കയ്യടികളോടെയാണ് ഏറ്റുവാങ്ങിയത്. റബ്ബറിന് അടിസ്ഥാന വില 250 രൂപ ആക്കുമെന്നുള്ള ഉറപ്പ് UDF ഗവൺമെന്റ് പാലിച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ റബ്ബർ മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. പിന്നെ താങ്ങുവില 250 രൂപ ആക്കിയതിന് ഞങ്ങൾ UDF ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയെ ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. വരും നാളുകളിൽ റബ്ബർ വില 300 രൂപയായി ഉയർത്തുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് പോയവരെ തിരികെ കൊണ്ടുവരുവാൻ സർക്കാരിൻ്റെ പ്രഖ്യാപനം വഴിയൊരുക്കുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. റബ്ബർ കൃഷി ലാഭകരമല്ലാത്തൊരു തൊഴിലായി പോയത് കൊണ്ടാണ് റബ്ബർ കൃഷി എന്ന ആൾക്കാർ മാറിയത്. അപ്പോൾ റബ്ബറിന് 250 രൂപയ്ക്ക് കൂടുതൽ വില കിട്ടുക, അല്ലെങ്കിൽ 300 രൂപ വില കിട്ടിക്കഴിഞ്ഞാൽ റബ്ബർ കൃഷിയിലോട്ട് തിരിച്ച് ആൾക്കാർ വരും. വില 300 രൂപയിൽ എത്തിയാൽ റബ്ബർ ഷീറ്റ് ഉൽപ്പാദനം പഴയ തോതിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ. ഷീറ്റ് ആക്കാൻ വേണ്ടി തന്നെ നല്ല എഫേർട്ടുള്ള പണിയാണത്. അതിന് ആൾക്കാർ കുറവാണ്. വെട്ടി പാലെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പേര് ഇപ്പോൾ ചണ്ടിയാക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം 250 രൂപ UDF സർക്കാർ തലവൽ പ്രഖ്യാപിച്ചത് ആശ്വാസമാണ്. റബ്ബറിൻ്റെ വിലയിടിവും തൊഴിലാളി ക്ഷാമവും മൂലം 25% തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താങ്ങുവില ഉയർത്തിയതിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ച് ടാപ്പിംഗ് പരിശീലനം നൽകി ഈ രംഗത്തെ തൊഴിലാളിക്ഷാമം പരിഹരിക്കാനും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 25% തോട്ടം വെട്ടാതെ കിടക്കുന്നു എന്നുള്ള വലിയ ഗൗരവമായ കാര്യമാണ്. അതുദ്ദേശം 2 ലക്ഷം ടണ്ണിൻ്റെ ഉൽപ്പാദന കുറവ് വരുമെന്നാണ്. അടിയന്തരമായി വെട്ടാതെ കിടക്കുന്ന തോട്ടം വെട്ടിക്കാനുമുള്ള നടപടി സ്വീകരിക്കണം. റബ്ബറിൻ്റെ സ്പ്രേയിംഗ് റെയിൻ ഗാർഡിംഗ് എന്നിവയ്ക്കുള്ള സബ്സിഡി ഉയർത്തണമെന്നും റബ്ബർ ടാപ്പിങ്ങും റബ്ബർ തോട്ടത്തിലെ കാട് തെളിക്കലും ഉൾപ്പെടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അടക്കം വിവിധ നിർദ്ദേശങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. അമൃത ന്യൂസ്, കോട്ടയം.